പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. എന്നാൽ ആ വിമർശിച്ച രീതി ഇപ്പോൾ വിവാദമാവുകയാണ്. പ്രധാനമന്ത്രിയുടെ നയതന്ത്രം വിദേശ നേതാക്കളെ ആലിംഗനം ചെയ്യുന്നത് മാത്രമായി ചുരുങ്ങി എന്നാണ് രാഹുലിൻ്റെ വിമർശനം. പിന്നീട് അദ്ദേഹം കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിതിനെ ആലിംഗനം ചെയ്തു. ഞാൻ ജോർജിയ മെലോണിയാണെന്ന് കരുതിയല്ലേ നിങ്ങൾ എന്നെ ആലിംഗനം ചെയ്തത് എന്ന് സന്ദീപ് ദീക്ഷിതിൻ്റെ പരിഹാസം. ഞാൻ ഇതുവരെ ആ തലത്തിൽ എത്തിയിട്ടില്ല എന്ന് രാഹുലിൻ്റെ മറുപടി. രചനാത്മക് കോൺഗ്രസ് ദേശീയ സമ്മേളനത്തിലാണ് ഈ രംഗങ്ങൾ അരങ്ങേറിയത്. അതാണ് രാഹുലിനെ വീണ്ടും വിവാദങ്ങളിൽ എത്തിക്കുന്നത്. വിദേശ നയം എന്നാൽ ലോക നേതാക്കളുടെ ഒപ്പം നിൽക്കലും അവരെ ആലിംഗനം ചെയ്യലും മാത്രമാണ്. ഇതാണ് രാഹുലിൻ്റെ പരിഹാസം. എന്നാൽ അതിനെതിരെ BJP ഉയർത്തുന്നത് രാഷ്ട്രീയ വിമർശനത്തിന് അതിരുവേണം എന്ന ചർച്ചയാണ്. മോദിയുടെ വിദേശ നയത്തെ വിമർശിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഹഗ് ഡിപ്ലോമസി എന്ന പരിഹാസം അതിരുകടന്നു. വിദേശ നയത്തിൻ്റെ വിജയം വിലയിരുത്തേണ്ടത് ഇത്തരം പരിഹാസങ്ങളിലൂടെയാണ്. അതോ ഇന്ത്യയുടെ യഥാർത്ഥ നയതന്ത്ര നേട്ടങ്ങളും പരാജയങ്ങളും പരിശോധിച്ചുകൊണ്ടാണ്? രാഹുൽ ഗാന്ധിയുടെ വിമർശനം ജനാധിപത്യപരമായ ഒരു രാഷ്ട്രീയ വിമർശനമാണോ, അതോ അത് വ്യക്തിപരമായ പരിഹാസത്തിലേക്ക് വഴുതിപ്പോയോ? മോദിയുടെ വിദേശ നയം യഥാർത്ഥത്തിൽ പരാജയമാണോ, അതോ രാഷ്ട്രീയ ആരോപണമായി അത് കോൺഗ്രസ് ഉന്നയിക്കുന്നു എന്ന് മാത്രമാണോ? ഇതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ആദ്യം ഡേവിഡ് വിജയ് പള്ളുരുത്തിയിൽ നിന്ന് ചേരുന്നു. ശ്രീ ഡേവിഡ് വിജയ്, രാഹുലിൻ്റെ വിമർശനം വിദേശ നയത്തെ സംബന്ധിച്ചാണ്. കുറേ കാര്യങ്ങൾ അദ്ദേഹം വേറെയും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ അതിലൊരു മധ്യസ്ഥ ശ്രമത്തിന് ശ്രമിക്കുന്നു. ഇന്ത്യ അങ്ങനെയൊന്നും ഒരു വിദേശ രംഗത്തൊരു ശക്തി എന്ന നിലയിൽ ഒന്നും പ്രതികരിക്കുന്നില്ല. ഇത് വെറും ആലിംഗനം മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അത് നിലവാരം കുറഞ്ഞു പോയെന്നാണ് BJPയുടെ ഒരു ആക്ഷേപം. അങ്ങനെ ആക്ഷേപിക്കത്തക്ക തരത്തിലേക്ക് ഒരു നിലവാരം കുറവാണോ അവിടെ കണ്ടത്, അതോ അത് രാഹുൽ ഉയർത്തിയത് ഒരു ക്രിയാത്മക വിമർശനമാണോ? ഞാൻ ഇതിലെ കൂടി അതേ ഭാഷയിൽ വല്ലതും പറഞ്ഞാൽ നിങ്ങൾ റിലേ കട്ട് ചെയ്യും. രാഹുൽ ഗാന്ധിയെ പറ്റിയിട്ട് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ തക്കവണ്ണം ഫിറ്റ് അല്ല. അങ്ങനത്തെ വർത്തമാനങ്ങളാണ് പറയുന്നത്. ഇവർ രാജ്യസഭയിൽ CPMന്റെ ഒരു MP ആണ് ചോദിച്ചത്, എത്ര ഇങ്ങൊരു നമ്മുടെ പ്രധാനമന്ത്രി മോഡിജിയുടെ വിദേശ രാഷ്ട്ര സന്ദർശനത്തിന് ചെലവായ പണം എത്രയാണ്. അപ്പൊ ആ പണം കൊടുത്തു. അപ്പൊ അവിടെ പറഞ്ഞു 78 കോടി എന്തോ, എത്രയോ ബില്യൺ ഡോളേഴ്സാണ്. ഞാൻ അതിന്റെ കണക്കൊക്കെ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഇതിൽ കൂടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാനുള്ളൊരു വേദിയല്ലല്ലോ. മറ്റുള്ളവരുടെ സമയം ഞാൻ അപഹരിക്കുന്നില്ല. ഏതെല്ലാം സ്ഥലത്ത് കൂടി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് വന്നു എന്നുള്ളത്. ഈ ഒരു ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. താങ്കൾ കുറച്ച് ആൾക്കാർ മനുവിനെ അറിയാമായിരിക്കും എന്നെക്കാളും ബെറ്റർ ആയിട്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് അവിടെ വന്ന ഒരു വേദിയിൽ G70 ആണോ എന്തോ ഒരു ഉച്ചകോടിയിൽ വെച്ചിട്ട് ഇവരെ പറ്റി എന്തോ മോശമായിട്ട് പറഞ്ഞു. ഇവര് സെൽഫി എടുക്കാൻ നിർബന്ധിച്ചു അങ്ങോട്ടൊപ്പം നിന്നിട്ടെന്ന്. അവര് മാഡം മെലോണി പറയുന്നു ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ അമേരിക്കയുടെ ബന്ധം തന്നെ വഷളായി അമേരിക്കയുമായിട്ട്. എന്നിട്ട് അമേരിക്ക എന്താണ് ഇറ്റാലിയൻ അവിടുത്തെ നയതന്ത്രജ്ഞൻ ഇറ്റലിയിലേക്ക് പോകുന്ന പ്രോഗ്രാം വരെ ക്യാൻസൽ ചെയ്തു. കാരണം ട്രംപ് അങ്ങനെയാണല്ലോ, അയാളൊരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടറാണല്ലോ. ആവശ്യമില്ലാത്ത ഈ എന്താണ് ഹെഗമോണിസം, അദ്ദേഹത്തിന്റെ പല ഇതുകളൊക്കെ അവിടെ അങ്ങനെയുള്ള ആളാണല്ലോ. നമ്മുടെ പ്രധാനമന്ത്രി അതല്ല. എവിടെ ചെന്നാലും ഇതുകൊണ്ട് കിട്ടുന്നു. അദ്ദേഹത്തിന് ബഹുമതികൾ കൊണ്ട് മൂടുന്നു. ഓരോ ട്രംപ് സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതിന്റെ വലിയൊരു ചരിത്രം തന്നെയുണ്ട്. മാത്രമല്ല അതിനെപ്പറ്റി ഒരു പ്രസിഡന്റ്സ് വിമൻ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ അയാൾ സ്ത്രീകളോട് പെരുമാറിയതിനെ പറ്റി 75 സംഭവങ്ങൾ അടിനിരത്തുന്നു. അത് കൂടാതെ കൂടുതലുണ്ടെന്നാണ് ട്രംപ് അതിന് മറുപടിയായി പറഞ്ഞത്. 75 അല്ല, അതിൽ കൂടുതലുണ്ടെന്നാണ്. അപ്പൊ ട്രംപിന്റെ ഒരു രീതിയല്ല നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ. അതൊരു വശമാണ്. അദ്ദേഹം വളരെ ഒരു ഡെഡിക്കേറ്റഡ് RSSകാരനാണ്. അതായത് അവരുടെ ഒരു പ്രത്യേക സമർപ്പണ ബുദ്ധിയോടുകൂടി വർക്ക് ചെയ്യുന്നവരവര്. അവരങ്ങനെ സ്ത്രീകളെന്നും കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തെറ്റുന്ന ടൈപ്പൊന്നുമല്ല. ഇദ്ദേഹമാണെങ്കിൽ ഒത്തിരി കാലമായി ഗുജറാത്തിലൊരു എത്രയോ ചെറുപ്പം ആ മോർബി അണക്കെട്ട് പൊട്ടിയ കാലം മുതൽ അവിടെ സാമൂഹ്യ സേവന രംഗത്തും ഇതൊക്കെ ഉള്ളതാ. അപ്പൊ അദ്ദേഹത്തിന്റെ ഫിഗേഴ്സ് പറയാനാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് അദ്ദേഹം ഉണ്ടെന്ന നേട്ടങ്ങള്. പക്ഷെ അതിപ്പോ താങ്കൾ ചോദിച്ച ഉത്തരത്തിൽ നിന്ന് വളരെയേറെ മാറിപ്പോവും. ഇന്ത്യയുടെ GCC ഗ്ലോബലി കോമ്പറ്റേറ്റീവ് സെന്റേഴ്സിനുള്ള റവന്യൂ 2021 എത്രയായിരുന്നു, 2026 എത്രയായിരുന്നു എന്നുള്ളതൊക്കെ.
അതുകൊണ്ട് ഈ ചങ്ങാതി അത് ആവശ്യമില്ലാതെ ഒരു പ്രതിപക്ഷ ആവശ്യമാണ്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്തിലും കണ്ടില്ല, പ്രധാനമന്ത്രിയും ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ചങ്ങായി അതിന് ഫിറ്റ് അല്ല. ഇദ്ദേഹത്തെ എന്നോ എടുത്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞു കോൺഗ്രസ്. അപ്പൊ ഇങ്ങനത്തെ ഒരുത്തൻ ഇതേമാതിരി വർത്തമാനം പറയുന്നത്. ഇപ്പൊ ഇറ്റാലിയൻ എംബസി താങ്കൾ കണ്ടിരുന്നോ? ഇറ്റാലിയൻ എംബസി ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പൊളിറ്റിക്സിലേക്ക് എന്തിന് ഞങ്ങളെ വലിച്ചിറക്കുന്നു എന്നുണ്ട്. അപ്പൊ വിദേശ രാഷ്ട്രങ്ങളുടെ മുമ്പിൽ പോലും ഇത്രയ്ക്ക് നമ്മുടെ നാണം കെടുത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഉള്ളതെങ്കിൽ ഇദ്ദേഹത്തിന് എന്തിനു വച്ചുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് എന്ന് എനിക്ക് മനസ്സിലാവില്ല. കുറെ അവന്റെ ഒരു ശിങ്കിടികൾ കൂടെയുണ്ട്. ആ ഗുലാം നബി ആസാദ് അവരവരൊക്കെ വിട്ടുപോയി. എന്തിനപ്പോ രമേശ് ചെന്നിത്തലയായിട്ട് പോലും വലിയ അടുപ്പത്തിലല്ലാന്ന് ഞാൻ കേട്ടത്. അതുകൊണ്ട് കാണുമ്പോൾ ഇത് അവർക്ക് മാറ്റാനുള്ളതേ ഉള്ളൂ ആ ചങ്ങായിനെ. വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. ഏതായാലും രാഹുലിന്റെ ഈ പ്രതികരണം നമ്മുടെ ശ്രീ ഡേവിഡ് വിജയ് സൂചിപ്പിച്ചതുപോലെ ഇറ്റാലിയൻ എംബസി ന്യൂഡൽഹിയിൽ നിന്ന് വലിയ ഒരു പ്രതികരണത്തിന് വഴിവെച്ചിരിക്കുന്നു. അവർ ഈ പ്രതികരണത്തെ അപലപിക്കുന്നു. ഡീപ്പ് കൺസേൺ ആൻഡ് സ്ട്രോങ് ഡിസപ്രൂവൽ എന്ന വാക്കാണ് ഇറ്റാലിയൻ എംബസിയിൽ നിന്ന് അവർ പ്രതികരണമായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്നോടൊപ്പം ശ്രീ വിജയകുമാർ ചേരുന്നുണ്ട് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ വിജയകുമാർ, ഇത് മറ്റൊരു ലോക നേതാവിനെ അപമാനിക്കുന്ന തരത്തിലേക്ക് ആയിപ്പോയോ, അതോ ഇത് രാഹുൽ അങ്ങനെ ഞാൻ വിജയകുമാറിലേക്കും കൂടി വരാം. ഫാദർ സാമുവൽ കൂടി എന്നോടൊപ്പമുണ്ട്. ഫാദർ സാമുവൽ കൂടി മറുപടി പറയും. ഫാദർ സാമുവൽ, ഇത് ഒരു നിലവാര തകർച്ചയുടെ ഒരു സൂചനയാണോ, അതോ ഒരു വിദേശത്തുള്ള ഒരു രാജ്യത്തിൻ്റെ നേതാവിനെ കൂടി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് പോയോ ഈ പരാമർശം, അതോ ഇത് വളരെ ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കാത്ത രാഹുലിൻ്റെ ഒരു പ്രതികരണമായാണോ താങ്കൾ കാണുന്നത്? ഗുഡ് ഈവനിങ്. രാഹുലിന്റെ വിമർശനം പലപ്പോഴും വളരെയേറെ വേദനാജനകമായി തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ രാഷ്ട്രം, നമ്മുടെ പ്രധാനമന്ത്രി മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നല്ല ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും കണക്കിലെടുക്കാതെ എപ്പോഴും വിമർശിക്കുക, എല്ലാത്തിനും പ്രധാനമന്ത്രി വിമർശിക്കുക, അതൊരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായ? കാരണം വിമർശിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ പ്രകാരം തന്നെ പാർലമെന്റിലായാലും എവിടെയാലും വിമർശിക്കണം. പക്ഷെ ഇങ്ങനെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുക, എല്ലാത്തിനും വിമർശിക്കുക, അത് പരിഹസിക്കുക, അത് നല്ലൊരു രീതിയല്ല. കാരണം നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളുള്ള ബന്ധം നല്ലതാണ്, ഇനി അങ്ങനെ തന്നെ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, വ്യക്തമാണ്. കൃഷ്ണകുമാർ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ കൃഷ്ണകുമാർ, ഇപ്പോൾ ഇറ്റാലിയൻ എംബസിയിൽ നിന്ന് ആണ് ഈ പ്രതികരണം വരുന്നത്. ഇറ്റാലിയൻ എംബസി വല്ലാത്ത ആശങ്കയും അങ്ങേയറ്റത്തെ അതിനോടുള്ള വിയോജിപ്പും അവിടെ രേഖപ്പെടുത്തുകയാണ്. ഇതൊരു സുപ്രധാനമായ ഒരു പ്രതിസന്ധിയിലേക്ക് ഈ നയതന്ത്ര ബന്ധത്തെ എത്തിക്കുമോ എന്നൊരു സംശയം വരെ വരികയാണ്. സന്തോഷ് കൂടി എന്നോടൊപ്പമുണ്ട്. സന്തോഷ് കാസർഗോഡ് നിന്നാണ് ചേരുന്നത്. സന്തോഷേ, ഇതിലെന്താണ് സന്തോഷിൻ്റെ ഒരു നിലപാട്? ഓക്കെ, എനിക്ക് തോന്നുന്നു ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. ഓക്കെ, ഞാൻ യൂട്യൂബിൽ നമ്മുടെ പ്രേക്ഷകർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. കിഷോറുണ്ട് കോന്നിയിൽ നിന്ന്, ജയകുമാർ ഉണ്ട് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് തോന്നുന്നു. പ്രമോദ് നാണു എനിക്ക് കാവ്യ ഹൃദയങ്ങൾ അയക്കുന്നു. ശശിധരൻ പിള്ള പറയുന്നു എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗോപാലകൃഷ്ണ കേശവൻ പിള്ളை ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞ് നമുക്കൊപ്പമുണ്ട്. നിറങ്ങൾ മാറ്റം എന്നോട് ഇപ്പം ചേർന്നിട്ടുണ്ട്. ഡൊണാൾഡ് ഡക്ക് കാവ്യ ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. പ്രതാപൻ പിള്ളை LOPക്കെതിരെ, അതായത് ലോക്സഭ ലീഡർ ഓഫ് ഒപ്പോസിഷൻ പാർട്ടി എന്ന നിലയിലാണ് LOPക്കെതിരെയുള്ളൊരു പ്രതികരണം നടത്തുന്നു. ജയകുമാർ ഇന്ത് കേന്ദ്രത്തിലാണ് പിടി എന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കുന്നുണ്ട്. ഷിജു കിരിയത്ത് പറയുന്നു വൈ ദർ വെർ നോ പ്രതിവേദി ഡിബേറ്റ്സ് ഇൻ യൂട്യൂബ് എന്ന് ചോദിക്കുന്നു. യൂട്യൂബിലുണ്ടല്ലോ, അത് കാണുന്നുണ്ട്. അപ്പോൾ ശ്രീ മുരളീധരൻ നായർ MN എന്നോട് ഒപ്പം ചേരുന്നു. അദ്ദേഹം നമസ്കാരം എന്ന് പറയുന്നു. അതുപോലെ ശ്രീ രാഘവൻ നായർ, രാഹുൽ ഈസ് ഗ്രീൻ വിത്ത് envy ആൻഡ് ഹിസ് ഡെസ്പറേഷൻസ് ബിക്കോസ് ഓഫ് ഹിസ് പാർട്ടി ഈസ് നോട്ട് ഏബിൾ ടു ഫോം ദ ഗവൺമെൻറ് എന്ന് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയും ചെയ്യുന്നു. വാട്ട് എ ഷെയിം എന്ന് ഡൊണാൾഡ് ഡക്ക് പറയുന്നു. നെവർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി അവർ ഫ്രണ്ട്ലി നേഷൻ ഇറ്റലി ഹാസ് കണ്ടംഡ് എനി പൊളിറ്റീഷ്യൻ എന്ന് എന്നോട് പറയുന്നു. വിജയകുമാർ പറയുന്നു. വിജയകുമാറും എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സുനിൽ ജോസഫ് എനിക്ക് ഗുഡ് ഈവനിങ് എന്ന് പറയുന്നു. ചുവന്ന പൂക്കളൊക്കെ അയക്കുന്നു. ലിജോ തോമസ് എന്നോടൊപ്പം ചേരുന്ന ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ ലിജോ, കേൾക്കാമോ?
ലിജോ ഈ ഒരു പ്രതികരണം കണ്ടപ്പോൾ ലിജോയ്ക്ക് എന്താണ് തോന്നിയത്? സാറേ എന്നാ പറയാമോ, ഒരു പ്രതിപക്ഷ നേതാവെന്ന് പറയാം ഇഷ്ടക്കാരികളുള്ള മനുഷ്യനാണ്. അതായത് ആ പുള്ളിക്കാരന് എന്ത് വേണം ചെയ്യും. അവനെ ഇവനെന്നൊക്കെ വിളിക്കുന്നതെന്നാ പറയോ, നമ്മളെന്നാ പറയോ അർജുനായെങ്കിൽ ചെയ്തോളല്ലേ ചെയ്യുന്നത്. മുമ്പേ 2 പ്രതികരണം ഞാൻ കണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പോയി എന്നാ പറയോ ഇറ്റാലിയൻ പൗരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട നാടല്ലേ. അല്ല, ഞാൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചതാണ് താങ്കൾ കാരണം. അപ്പൊ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ഞാൻ ചോദിക്കും, അത് ഞാൻ സമ്മതിച്ചു. അത് അങ്ങ് നമ്മളും അദ്ദേഹത്തെ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോടൊപ്പം നിൽക്കുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും നല്ല പ്രധാനമന്ത്രിയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ജവഹർലാൽ നെഹ്റു ഇല്ലായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഈ രചനാത്മക് കോൺഗ്രസിന്റെ ഈ യോഗത്തിൽ രാഹുലിന്റെ ഈ ആലിംഗനവും ഇതിനെ തുടർന്ന് വന്ന പ്രതികരണങ്ങളെയും എങ്ങനെയാണ് ശ്രീ ലിജോ നോക്കിക്കാണുന്നത്? സാറേ നമ്മളെപ്പോഴും ന്യൂസ് കാണുന്ന ആളാ. ഇങ്ങനെ ഒരു ഇത് നമുക്ക് അതിന്റെ തന്നെ ഉള്ളൂ. അതൊക്കെ എന്താ പറയുക, അങ്ങനെ ഒരു മനുഷ്യനെ കളിയാക്കാൻ പറഞ്ഞാൽ അവൻ ഇവൻ വിളിച്ച കളിയാക്കേണ്ട കാര്യമില്ല. അല്ല, അങ്ങ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കളിയാക്കിയതിനെ കുറിച്ച് അല്ലേ പറയുന്നത്? അല്ലെ, ഞാൻ ചോദിക്കുന്നത് ഈ രാഹുലിന്റെ പ്രതികരണത്തെ പറ്റി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അങ്ങയുടെ നിലപാട് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതേന്ന് പറയാ, അതിപ്പോ ഒരു ഞാൻ പറഞ്ഞത് നമ്മള് ഒരു കൂട്ടുകാരനല്ല ഒരു നാട്ടുകാരനെ കണ്ടിപ്പോ നമ്മളൊരു കെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ഇതല്ലേ. ഞാൻ ചോദിക്കുന്നത് അങ്ങ് ആ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിനൊപ്പമാണോ എതിർപ്പാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. രാഹുൽ ഗാന്ധിയോട് തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പമാണ്. ഇതിൽ വലിയ തെറ്റൊന്നും അങ്ങേക്ക് തോന്നിയില്ല. ഇത് സാധാരണ ഒരു സംഭവം എന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, യെസ്, വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ദിവാകരൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ദിവാകരൻ തലശ്ശേരി എന്നാണ്. ശ്രീ ദിവാകരൻ, സാറിനെ കണ്ടതിൽ വീണ്ടും സന്തോഷം. ഓക്കെ. അതായത് പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും തെറ്റുകുറ്റം ഉണ്ടാവും. അപ്പ നൈതരീന്ന് പറഞ്ഞിട്ട് വേണ്ടുന്നതും വേണ്ടാതെയും കുറ്റം പറയുന്നതും ചെയ്യില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ആ കോൺഗ്രസ്. അപ്പം രാഹുൽ ഗാന്ധി പിന്നെ സംസാരിക്കുമ്പോൾ കുറച്ച് പിന്നെ ശ്രദ്ധിക്കണം. അതായത് 5 സ്റ്റേറ്റിൽ ഇപ്പോൾ ഭരണം നടക്കുന്നത്. ആ ഭരണം ഭംഗിയാക്കാൻ നോക്കുക. അതാണ് പ്രധാനപ്പെട്ട. പിന്നെ കേന്ദ്രം, അതായത് പിന്നെ കേന്ദ്രത്തിന്റെ ഭരണത്തിന് ദോഷം വന്നില്ല കുട്ടികളെ നീതി പരീക്ഷയിട്ട്, അത് ശരിയാ. ഇത് വേണ്ടുന്നതിനും വേണ്ടാതെയും പറഞ്ഞിട്ട് ശരിയില്ല. എന്തായാലും ഈ വയനാട് ദുരന്തം കേരളത്തിലല്ല അവര്. വ്യക്തമാണ്, താങ്കളുടെ പ്രതികരണം കൃത്യവുമാണ്. അപ്പോൾ എന്നോട് ഷിജു പറയുന്നത് രാഹുൽ ഗാന്ധി കാര്യമായി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. VC തോമസ് എന്നോട് ഗുഡ് ഈവനിങ് മനുസെ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. VC തോമസിനെ കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അപ്പോൾ ഇന്നും നമുക്കൊപ്പമുണ്ട്. മോദി വിദേശ നയം പരാജയമാണെന്ന് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് പോലും അഭിപ്രായം ഇല്ല. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശം വില കുറഞ്ഞതായിപ്പോയി എന്നാണ് നന്ദകുമാർ എന്നോട് പറയുന്നത്. രാഹുൽ ഗാന്ധി ഈസ് എ പ്രിവിലേജ് ഡൈനസ്റ്റ് ഹൂ ഈസ് എ സ്പോയിൽഡ് ബ്രാട്ട് എന്ന് എന്നോട് പ്രസ്കോട്ട് പറയുന്നു. സെബാസ്റ്റ്യൻ CA എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് എന്ന് എന്നോട് പിന്നെ ശ്രീ തോമസ് പറയുന്നുണ്ട്. കൃഷ്ണൻകുട്ടി AK നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ലോകരാജ്യങ്ങളെ സ്വാധീനിക്കുന്ന നയതന്ത്ര നയം ഇപ്പോൾ ഇന്ത്യക്കില്ല എന്ന് ശ്രീ കൃഷ്ണൻകുട്ടിയുടെ ഒരു പ്രതികരണവും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഇത് മനുഷ്യരെ നമ്മളുടെ സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമാണ് ആലിംഗനം. പക്ഷേ ഈ നരേന്ദ്രമോദിയുടെ ഈ അന്താരാഷ്ട്ര നയം വെറും ആലിംഗനത്തിലേക്ക് ചുരുങ്ങി എന്ന രാഹുലിൻ്റെ പരാമർശത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ശ്രീ മനു, ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തേണ്ട ഒരു സമയമാണ്. ഈ ചർച്ചയിൽ നമ്മൾ ഏതെങ്കിലും ഏകപക്ഷീയമായിട്ട് രാഷ്ട്രീയമായിട്ട് രാഹുൽ ഗാന്ധിയോ നരേന്ദ്രമോദിയോ അനുകൂലിക്കുന്നവർ പക്ഷം പിടിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. നമ്മൾ ചില പ്രേക്ഷകർ തന്നെ ചോദിച്ചു എന്താണ് രാഹുൽ ഗാന്ധി തെറ്റൊന്നും ചെയ്തില്ല. പ്രഥമ ദൃഷ്ട്യാ നമുക്ക് തോന്നുമ്പോൾ രാഹുൽ ഗാന്ധി ക്ഷമിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അപരാധവും ചെയ്തതായിട്ട് നമുക്ക് തോന്നുകയില്ല. പക്ഷേ ശ്രീ മനു, നമ്മൾ അതിനകത്ത് വിചാരിക്കേണ്ടത് രാഹുൽ ഗാന്ധി ആരാണ്? രാഹുൽ ഗാന്ധി മണിച്ചിത്രത്താഴിലെ ഇന്നസെന്റിന്റെ റോൾ അഭിനയിക്കാനല്ല നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് പ്രതിപക്ഷമായിട്ട് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായിട്ട് ഞങ്ങളുടെ ഇടതുപക്ഷം ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി ആ കസേരയിൽ അവരോധിച്ചിരിക്കുന്നത്. നമ്മൾ മറ്റൊരു കാര്യം പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ അഭിനയിക്കും. ഞാൻ നേരത്തെ പറയുമ്പോൾ നമ്മൾ നിങ്ങളൊരു പക്ഷേ മാധ്യമങ്ങൾ എന്നെ വിമർശിക്കും. നമ്മൾ ചിലപ്പോൾ ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ് നിങ്ങൾ എന്നെ വിമർശിച്ചിട്ടുണ്ട്, ആരോഗ്യപരമായ വിമർശനം. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ്. നമ്മൾ എന്താണ് ശ്രീ മനു ഈ പിന്നെ ആ കസേരയിൽ ഇരിക്കുമ്പോൾ മനു ഒരു പ്രൊഫഷണലി ഒരു ന്യൂസ് പിന്നെ അവതാരകനായിട്ട് അവിടെ ഇരിക്കുമ്പോൾ താങ്കൾക്ക് മാന്യമായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ഒന്നാമതായി തന്നെ ഒരു രാജ്യത്ത് നാളെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആളെന്നാണ് പറയുന്നത്.
അദ്ദേഹം ഒരു കോമാളിയല്ല. ഞാൻ മുമ്പ് കഴിഞ്ഞൊരു വിഷയത്തിൽ ഞാൻ താങ്കളോട് സൂചിപ്പിച്ചിരുന്നല്ലോ, മുമ്പ് പാർലമെന്റ് സമ്മേളനത്തിന് അദ്ദേഹം ഇതല്ലേ ചെയ്തത്, ഹഗ് ഡിപ്ലോമസി. അദ്ദേഹത്തിന് പറയാൻ എന്താണ് അവകാശമുള്ളത്? അദ്ദേഹത്തിന് 2 ദിവസം ഞങ്ങൾ പ്രതിപക്ഷക്കാരൊക്കെ ആവേശത്തോടെ, ഞങ്ങൾ ഒരു ഇടതുപക്ഷക്കാരെയും കൂടെ പ്രതിപക്ഷ നേതാവാണ്, പാർലമെന്റിൽ തകർത്ത് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കിണിച്ചുകൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു പ്രധാനമന്ത്രിയെ. അദ്ദേഹം ആരാണ്? അദ്ദേഹം പഞ്ചാബി ഹൗസിലെ സലീം കുമാറിന്റെ റോളല്ല അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഡ്രസ് കോഡിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി ഷെയ്മിംഗ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. അതൊന്നും അല്ല. അദ്ദേഹം സ്വയം ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊടുക്കണം അദ്ദേഹം ആരാണെന്ന്. അദ്ദേഹം രാജ്യത്തെ ഒരു കോമാളിയല്ല. മറ്റൊരു കാര്യം, അദ്ദേഹം ഈ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ശരിയാണ്, ആകെ അദ്ദേഹം ചെയ്യുന്നത് ഹഗ് മാത്രമാണ്. രാജ്യങ്ങളിൽ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. അദ്ദേഹം പാർലമെന്റ് വരികയോ ഇന്ത്യൻ ജനതയോട് ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിച്ചിട്ട് എത്ര നാളായി ശ്രീ മനു? അത് പറഞ്ഞതിൽ തെറ്റില്ല. പക്ഷെ 2 പേരെയും 2 ധ്രുവങ്ങളിൽ വെച്ച് വേണം നമ്മൾ ഇതിൽ വിശകലനം ചെയ്യാൻ. മറ്റൊന്നുകൂടെ ഞാൻ പറയട്ടെ, നമ്മൾ പഴയ പ്രധാനമന്ത്രിയെ കുറിച്ച് നമ്മൾ വിമർശിച്ചിരുന്നു. മൗനി ബാബ എന്നും പറഞ്ഞ് ഈ BJP അടക്കം വിമർശിച്ചിരുന്നു. മൗനി ബാബ ആയിരുന്നു പാവം മൻമോഹൻ സിംഗ്. ഇപ്പോൾ അതിന് പകരം ബാബയ്ക്ക് പകരം മൗനി ദാദയായി മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമർശനം അദ്ദേഹം പക്ഷെ ഇങ്ങനല്ല, ഇങ്ങനെ ഓടിച്ചെന്നൊരു ആക്ഷനൊക്കെ കാണിച്ച്, ഞാൻ സുകുമാരൻ നായരെ കുറിച്ച് നമ്മളെ ഗണേശൻ ചില ആക്ഷനൊക്കെ കാണിച്ചില്ല. അതേപോലെ അങ്ങനെ ഒരാളല്ല രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നാളെ പ്രധാനമന്ത്രിയായി അവരോധിക്കാൻ ഇരിക്കുന്ന ആള്. അതൊക്കെ നാളെ ചരിത്രം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്, പ്രധാനമന്ത്രി ആവോ ഇല്ലെന്നൊക്കെ ഉള്ളത്. അപ്പോ ഈ 2 പേരും ഇവർ പരസ്പരം വിമർശനത്തിന് വിധേയരാണ്. 2 പേരും ഇത് പറയാൻ അർഹരല്ല. പ്രധാനമന്ത്രി ഈ രാഹുൽ ഗാന്ധി പറഞ്ഞു ശരിയാണ്, അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നില്ല. ഹഗ് ചെയ്ത് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പ്രയാണം ചെയ്യുകയാണ്. രാജ്യത്ത് ഉയർന്ന പ്രശ്നങ്ങള്, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ജനങ്ങളുടെ ആത്മഹത്യ, സമയക്കുറവുകൊണ്ടാണ്. ഏതായാലും അങ്ങ് പറയാൻ ഉദ്ദേശിച്ചതിൽ കൃത്യത വന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ നന്ദി. അപ്പോൾ എന്നോടൊപ്പം കൂടുതൽ പ്രേക്ഷകർ ചേരുന്നു. സുനിൽ ജോസഫ് എനിക്ക് ചുവന്ന പൂക്കളയക്കുന്നു. സന്തോഷ് കുമാറും എന്നോടൊപ്പം ചേരുന്നുണ്ട്. മോശം പ്രവൃത്തി ഫ്രം രാഹുൽ ഗാന്ധി എന്ന് ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പ്രമോദ് നാണു എന്നോട് വന്നു, കുമരകത്ത് വന്നു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഉണ്ട്. സെബാസ്റ്റ്യൻ CA പറയുന്നത് VD സതീശൻ ഒരു സംഖ്യയാണെന്നും കൊള്ളാം. അപ്പോൾ പരിഹസിച്ചത്. അപ്പോൾ കർക്കാട്ടിനെ കുറേയായി ഞാൻ കണ്ടിട്ട്. അപ്പോൾ കക്കരാട്ട് ഇപ്പോൾ നമ്മുടെ പൊതുവേദിയിൽ വരാത്തത് എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹം വന്നിട്ടുണ്ട്. ഹരികുമാർ ഭട്ട് പറയുന്നുണ്ട്, ഇത് കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ ചിത്രങ്ങൾ നോക്കണം എന്ന് എന്നോട് പറയുകയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഇതുപോലെ ഫിഡൽ കാസ്ട്രോവിനെ ഒക്കെ അവർ വരുമ്പോൾ അവരോട് ഒരു ഊഷ്മളമായ സ്നേഹത്തിൻ്റെ ഭാഗമായി ആലിംഗനം ചെയ്ത ഒരു വലിയ ചർച്ചാ വിഷയം ആയിരുന്നു. കാരണം അത് എനിക്ക് തോന്നുന്നു 1983 ഈ സംഭവം നടക്കുന്നത്. 7ാമത്തെ നോൺ അലൈൻമെൻറ്റ് സമ്മിറ്റ് ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ നടക്കുമ്പോഴാണ് വിജ്ഞാൻ ഭവനിൽ വെച്ച് വളരെ പ്രശസ്തമായ ഒരു ആലിംഗനം. അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ ഐക്യത്തിൻ്റെയാണ്. ഒപ്പം തന്നെ ഇന്ദിരാഗാന്ധിയുടെ ചില ദൃശ്യങ്ങൾ ഞാനിപ്പോൾ കാണുന്നത് അത് യാസർ അറാഫത്തിനൊപ്പം ഉള്ള ദൃശ്യങ്ങൾ കൂടി അതിലുണ്ട്. അവരോടൊക്കെ ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയിരുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ കൂടി ഒരു ചിത്രമായിട്ടാണ് നമുക്ക് ഇതിനെ കാണുന്നത്. ശ്രീ ശശികുമാർ, അങ്ങക്ക് ഈ 2 ലോകരാജ്യ നേതാക്കൾ തമ്മിൽ ആലിംഗനം ചെയ്യുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയോ? അതോ നരേന്ദ്രമോദിയുടെ ഈ അന്താരാഷ്ട്ര നയം എന്നത്, ആഗോള നയതന്ത്ര കരുത്ത് എന്നത് വെറും ആലിംഗനം മാത്രമായി ചുരുങ്ങിയതാണ് എന്ന് തോന്നിയോ? നമ്മൾ ആ നിലയിൽ വിലയിരുത്തുന്നതിന് വെച്ച് നല്ലത് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി എന്നുള്ള ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ 1ാമത് നരേന്ദ്രമോദി. അതേ ലെവലിൽ ഇന്ത്യ കണ്ട ഏറ്റവും കോമാളിയായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ അത് രാഹുൽ ഗാന്ധി. ആ നിലയിൽ വിലയിരുത്തിയാൽ മതി. രാഹുൽ ഗാന്ധിനെ ഒരു നേതാവെ അംഗീകരിക്കുക പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഈ കോമാളിത്തരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നടക്കണം. നല്ലൊരു നേതാവാകാൻ കഴിവില്ലാത്ത ആളല്ലേ. പക്ഷെ അദ്ദേഹം വേറൊരു വിമർശനം അതിൻ്റെ ഇതിൽ ഉയർത്തുന്നത്, അപ്പോൾ ഈ യുദ്ധം നടക്കുന്നു, ഇതിലൊക്കെ ക്രിയാത്മകമായ ഒരു ലോകശക്തി എന്ന നിലയിൽ ഇന്ത്യക്ക് ഇടപെടാൻ കഴിഞ്ഞില്ല. പക്ഷെ പാകിസ്ഥാനാണ് മധ്യസ്ഥതയ്ക്കൊക്കെ നേതൃത്വം വഹിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നത്. അങ്ങനെ വലിയൊരു കരുത്തൊന്നും നരേന്ദ്രമോദിക്കില്ല എന്നൊരു പ്രയോഗത്തെ ശ്രീ ശശികുമാർ എങ്ങനെ നോക്കിക്കാണും? ഇന്ത്യയെ ഇറാനുമായിട്ട് കോംപ്രമൈസിന് ശ്രമിക്കേണ്ട ആള് തന്നെയാണ് മോദി. ബട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മൾക്കുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കുറവും നമ്മളുടെ പ്രശ്നങ്ങളും ആദ്യം വിലയിരുത്തിയിട്ട് വേണ്ടേ പിന്നെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പോയി നിൽക്കാൻ. ഇറാനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലുമായി നമ്മളുമായുള്ള ബന്ധം തകരില്ലേ? ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുരേഷ് നായർ എന്നോട് ചോദിക്കുന്നു ഈ താങ്കൾക്ക് എന്ത് തോന്നുന്നു എന്ന്. അപ്പം ഞാൻ ഒരാളെ രാഹുൽ ഗാന്ധി വിമർശനം വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉന്നയിക്കാം.
പക്ഷേ അതിൽ ആ പ്രയോഗങ്ങളിൽ പ്രത്യേകിച്ച് ഒരു ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച അവിടെ വരുമ്പോൾ അത് തടയാനുള്ളൊരു ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള മോശം പരാമർശങ്ങളിലേക്ക് നമ്മൾ പോകരുത് എന്ന് തൻ്റെ സഹപ്രവർത്തകനെ ഓർപ്പിക്കാൻ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ശ്രീ രാജീവ് എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്രീ രാജീവ്, ഇവിടെ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുള്ളതിനകത്ത് വിവരവും ബോധവും ഇല്ലാത്ത ഒരേ ഒരു മനുഷ്യൻ ഈ രാഹുൽ ഗാന്ധി. ഇയാൾ എന്തിനാന്ന് ഇയാൾ ഈ പാർട്ടിയുടെ തലപ്പത്തെന്താ ഈ പാർട്ടിക്ക് അതിന് തൂത്തുപിടിക്കാൻ ആരൊക്കെ KC വേണുഗോപാലും ഇടതുപക്ഷം. ഈ ഇടതുപക്ഷത്തിനൊക്കെ കൂട്ടിയത് തന്നെ ഇതിന് നശീകരണമാണ്. യാതൊരു സംശയമില്ല. ഈ ഇടതുപക്ഷത്തിനെ KC വേണുഗോപാലും യാതൊരു ബോധവും അറിവില്ലാത്ത ഒത്തിരി നേതാക്കന്മാരൊക്കെ അതിന്റെ ചുറ്റിനിടുമ്പോൾ അയാളൊക്കെ ഇപ്പോഴില്ല കുഞ്ഞുങ്ങളിയാ കൊച്ചുങ്ങളോട് അടിച്ചോട്ടങ്ങളി. ഇയാളെയൊക്കെ പിടിക്കാൻ ആര് പ്രതിപക്ഷ നേതാവ് ഈ പ്രതിപക്ഷ നേതാവ് ആക്കിയവരെ വേണം അടിക്കുക. ഒരു പന്ന ഇതുള്ള ഒരാളുണ്ടോ നല്ല രാജ്യത്ത്? ശരി, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. ഓക്കെ, അപ്പോൾ എന്നോട് മുൻസാക്ക് പറയുന്നു രാഹുൽ ഗാന്ധിക്ക് പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ഇല്ല, അങ്ങനെയുള്ള കോപ്രായങ്ങൾ കൊണ്ടൊരു പാർട്ടിയെ ഭരണത്തിലെത്തിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധീസ് ഫോറിൻ പോളിസി എന്താണ് എന്ന് എന്നോട് ജഗത്ത് ചോദിക്കുന്നു. അപ്പോൾ രാധാകൃഷ്ണൻ ചാത്തന്നൂരിനെതിരെ നമ്മുടെ രാഘവൻ നായർ ഒരു പ്രതികരണം ഇട്ടുണ്ട്. ഈസ് ഇഗ്നോറൻറ്റ് അബൌട്ട് ദ FDI ബ്രോട്ട് ബൈ മോദി ഡ്യൂറിങ് ഹിസ് വിസിറ്റ് എന്നാണ്. അതിലൊരു ചെറിയ രാഘവൻ നായർ പറഞ്ഞതിലൊരു കഴമ്പില്ലാതില്ല. കാരണം നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിദേശ നിക്ഷേപം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 94.53 ബില്യൺ ഡോളറായി ഉയർന്നു എന്നത് അത് കഴിഞ്ഞ മുൻ വർഷത്തേക്കാളൊക്കെ 17% ഒരു വർധനവ് രേഖപ്പെടുത്തി എന്നൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ രാഘവൻ നായരുടെ ആ പ്രതികരണം ശ്രദ്ധേയമാണ്. അത് മോദിയുടെ വിദേശ സന്ദർശനത്തിൻ്റെ ഭാഗമാണ് എന്നാണ് നമ്മുടെ രാഘവൻ നായർ നമ്മളോട് പറയുന്നത്. ഓക്കെ, രാഹുൽ ഈസ് ബിഹേവിങ് ലൈക്ക് നേഷൻസ് ഈസ് രാഹുൽ ബിഹേവിങ് ലൈക്ക് എ നേഷൻസ് ഒപ്പോസിഷൻ ലീഡർ എന്ന് എന്നോട് ജഗ്ത് ചോദിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നയം ശരിയല്ല എന്നാണ് പരീത് എന്നോട് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ശ്രീ മധു എന്നോടൊപ്പം പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീ മധു കേൾക്കാമോ? നമസ്കാരം. നമസ്കാരം മധു. പറഞ്ഞോട്ടെ സാറേ, പുള്ളിയെ യാതൊരു കാരണവശാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റരുത്, ഒരു അപേക്ഷയാണ്. കാരണം അങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ 2023 ഈ ഭരണകക്ഷിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭരണത്തിൽ കയറാൻ പറ്റും. പുള്ളി ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമ കുടുംബ പാരമ്പര്യമോ ഒന്നും അറിയാതെ എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണിച്ച് നടക്കുകയാണ് സാറേ. പുള്ളി സ്വയം അപഹാസ്യനാവുകയാണ്. അതാണ് ആ പുള്ളി അറിയുന്നില്ല. ഇതിനെ ഒന്ന് മാറ്റി പറഞ്ഞു കൊടുക്കാനോ ഉപദേശിക്കാനോ കൂടെ ആളില്ല. ഈ പുള്ളിയുടെ എന്താ പറയാ കുറെ എടിപിടികളുണ്ട് പിന്നാലെ. പുള്ളിയുടെ കയ്യിൽ നിന്ന് എന്താ കിട്ടുന്നത് വാങ്ങിക്കാൻ നടക്കാനും, അല്ലാതെ നല്ലത് പറഞ്ഞു കൊടുക്കാനോ ഇങ്ങനെ പോകരുത് അങ്ങനെ പോരുന്ന നല്ലൊരു ഉപദേശകനില്ല പുള്ളിക്കാണെങ്കിൽ. പുള്ളിക്കൊന്നും അറിയില്ല. പുള്ളി സാറ് തന്നെ കണ്ടു കാണും, നേരത്തെ വോട്ട് ചോരി എന്നും പറഞ്ഞ എന്തെല്ലാം കോപ്പറേറ്റീവ് കാണിച്ചു നടന്നു. നമ്മുടെ കേരളത്തിൽ വന്ന് കായലിൽ ചാടുക, പുഴയിൽ ചാടുക, എന്തെല്ലാം ചെയ്തു. ശരി, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം വ്യക്തമാണ്. അപ്പോൾ എന്നോട് ജോൺ എബ്രഹാം ജർമ്മനിയിൽ നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട്, സ്ഥിരം പ്രേക്ഷകനാണല്ലോ നമ്മുടെ. ജോൺ എബ്രഹാം എന്നോട് പറയുകയാണ്, എന്നെ ആളുകൾ ഇപ്പോൾ പലതരം പാർട്ടികളിൽ ഭാഗവാക്കാണ് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ടത് നമ്മുടെ രാഘവൻ നായർ പറഞ്ഞ് ഞാൻ കമ്മിയാണെന്നാണ്. അപ്പോൾ പലരും എന്നെ പല പാർട്ടികളിൽ ഒക്കെ ആക്കാറുണ്ട്. ഇപ്പോൾ ശ്രീമതി ജയ കൊല്ലത്ത് എന്നുള്ള നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ്. ഞാൻ BJP ആളാണെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പലരും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് നമ്മുടെ ജർമ്മനിയിൽ നിന്ന് ഇദ്ദേഹം പറഞ്ഞു തരുന്നത്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതിലെന്താ തെറ്റ്, എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോട് പിന്തുണച്ചുകൂടെ എന്ന് ചോദിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ജോൺ എബ്രഹാമിൻ്റെ ആ വാക്കുകൾ ഞാനും അതാ വിചാരിച്ചത്. എനിക്കൊരു പാർട്ടി ഉണ്ടായിക്കൂടെ? ആളുകൾക്ക് പറയാനുള്ള അഭിപ്രായം അവർക്ക് പറയുമ്പോൾ എന്നെ ഏതെങ്കിലും പാർട്ടിയിലൊക്കെ ആളുകൾ ചേർത്തുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം അല്ലേ? അപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഇളയച്ഛൻ്റെ മകൻ വരുൺ ഗാന്ധി കണ്ട് പഠിക്കാൻ നോക്കണം എന്നാണ് മോൻസാക്ക് എൻ്റെ അഭിപ്രായം. ഓക്കെ, സദാശിവൻ നായർ എത്തിയിട്ടുണ്ട്. മധു പാലക്കാട് പറഞ്ഞ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു, ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് എന്നോട് പറയുന്നു. പ്രമോദ് നാണു എന്നോടൊപ്പം ഉണ്ട്. ഇഫ് രാഹുൽ ഗാന്ധി വാസ് ദ ക്യാപ്റ്റൻ ഓഫ് ടൈറ്റാനിക് ഹി വുഡ് ഹാവ് സ്റ്റീർഡ് ദ ഷിപ്പ് ഓൾ നൈറ്റ് ലോങ് ഇൻ സെർച്ച് ഓഫ് എൻ ഐസ്ബർഗ് ടു കൊളൈഡ് വിത്ത് എന്ന്
വളരെ ഹാസ്യാത്മകമായി പറയുന്നു. ഓക്കെ, ശ്രീ ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര. സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ രാഹുൽ ഗാന്ധിയുടെ അപ്പോൾ ഇതിൽ നമ്മുടെ ചില പ്രേക്ഷകർ അങ്ങേക്കൊക്കെ അതിലേക്ക് ഉന്നയിക്കുന്നത് ഈ ഇവിടുത്തെ ഒരു പാർലമെൻറ്റിൽ വരുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന ഒരു വശമുണ്ട് പ്രധാനമന്ത്രിക്ക്. അദ്ദേഹം ഇപ്പോൾ ആലിംഗനം ചെയ്തു എന്ന് പറഞ്ഞ ആ പ്രയോഗം തെറ്റാണെങ്കിലും അദ്ദേഹം പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നാണ് ആക്ഷേപം. അല്ല, എനിക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് പൂർണ്ണ യോജിപ്പാണ് സാർ. കാരണം ഈ പരിഹാസ മെസ്സേജുമായി രാജ്യത്ത് 2 വർഷം കൊണ്ട് തെരഞ്ഞെടുപ്പ് വരും, അതിലിടയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെല്ലാം എൻഡിഎക്ക് വളരെ ഗുണം ചെയ്യും അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകൾ. കാരണം എന്താണെന്ന് അറിയാം, മോഡി വിദേശത്ത് പോയതും അതിൽ കൂടി രാജ്യത്തിനുണ്ടായ നേട്ടങ്ങളും എല്ലാം പബ്ലിക്കിന് അറിഞ്ഞൂടെ സാർ. ഇദ്ദേഹം ഇങ്ങനെ സദസ്സിലിരിക്കുന്ന 10 പേരെ ചിരിപ്പിച്ചിട്ട് ആംഗ്യം കാണിച്ചത് കൊണ്ടൊന്നും രാജ്യത്തൊന്നും സംഭവിക്കാം. അതിപ്പോ കഴിഞ്ഞ 2-3 ടേമിലും നമ്മൾ കണ്ടു കഴിഞ്ഞതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം പരിഹാസനാവുന്നതിന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ വീട്ടിന്റെ മൊത്തത്തിൽ എഴുതി വെക്കും പോലെ മുത്തപ്പൻ ഈ വീട്ടിന്റെ ഐശ്വര്യം ഞങ്ങളുടെ നാട്ടിലല്ല എഴുതി വെക്കും. അതുപോലെ രാഹുൽ ഗാന്ധി എൻഡിഎയുടെ ഒരു ഐശ്വര്യമാണ്. ഇദ്ദേഹത്തിന്റെ കോമാളിത്തരം ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇത് തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ആനന്ദ് കൂടി ചേരുന്നുണ്ട് ഏഴുകൊണ്ടിൽ നിന്ന്. ശ്രീ ആനന്ദ്. ഗുഡ് ഈവനിങ് മണി സാർ. ഗുഡ് ഈവനിങ് സാർ. എന്തൊക്കെയാണ്, സുഖമാണോ? സുഖമായിരിക്കുന്നു. ആനന്ദ് കാപ്പിയൊക്കെ കുടിച്ചോ? കാപ്പി കുടിച്ചു സാർ. അത് പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തു, ഈ തിരുവനന്തപുരം ജില്ലയിൽ സത്യത്തിൽ കാപ്പി കുടിച്ചോ എന്ന് ചോദിച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നാണ് അർത്ഥം. അപ്പോൾ എനിക്കിവിടെ ഇപ്പോഴല്ല, വളരെ വർഷം വന്നപ്പോൾ അറിയില്ലായിരുന്നു അങ്ങനെ. അപ്പം എൻ്റെയൊക്കെ നാട്ടിൽ കാപ്പി കുടിച്ചോ എന്ന് ചോദിച്ചാൽ കാപ്പി കുടിച്ചോ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കും കാപ്പി കുടിച്ചോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും അല്ല, ഞാൻ ചായയാണ് കുടിച്ചത്. അപ്പോൾ അവരെന്നോട് ചോദിക്കും കാപ്പി കുടിച്ചില്ലേ എന്ന് ചോദിക്കും. ഇല്ല, ചായ കുടിച്ചു. അപ്പോൾ ഒന്നും കഴിച്ചില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ കഴിച്ചു. അപ്പോൾ അതല്ലേ ചോദിച്ചത് കാപ്പി കുടിച്ചു എന്ന്. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ. അതെ അതെ. അപ്പോൾ 7 കോണിൽ കാപ്പി കുടിച്ചോ എന്ന് ചോദിച്ചാൽ വൈകുന്നേരത്തെ കാപ്പി കുടിച്ചോ എന്ന് തന്നെ അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഓക്കെ, അപ്പോൾ അങ്ങനെ. സാർ, ഞാനിത് കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം തോന്നിയത്, ഞാൻ സാറിനോട് വായുടെ കറക്റ്റ് കാര്യം പറയാം, എനിക്ക് ആദ്യം വിളിക്കേണ്ടതാണെന്ന് തോന്നിയത്. കാര്യം മറ്റൊന്നുമല്ല, നമ്മള് ഇപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നത്, സാർ കട്ട് ചെയ്യില്ലേ കോള്? ഇല്ല. സാർ, അതായത് ഇപ്പൊ നമ്മള് രാഹുൽ ഗാന്ധിയുടെ പല രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചൈൽഡിഷ് ആണ് സാർ. കുട്ടികൾ എങ്ങനെയാണ് പെരുമാറുക? ഇപ്പൊ നമ്മളൊക്കെ യൂട്യൂബ് കിടന്ന് വീഡിയോ ഒക്കെ ചെയ്യില്ലേ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യില്ലേ കുട്ടികള്, ആ ഒരു നിലവാരത്തിലേക്കാണ് പോകുന്നത്. കാര്യം അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ് എന്ന് പറഞ്ഞാൽ ആ സീറ്റിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരിതില്ല എന്ന് പറഞ്ഞാൽ താൻ ആ സീറ്റിലാണ് ഇരിക്കുന്നത്. അതിന്റെ മഹിമ എന്താണെന്ന് ശരിക്കും പുള്ളിക്ക് അറിയില്ല. അതാണ് അവിടെ പറ്റുന്നത്. പുള്ളിക്ക് അത് പറഞ്ഞു കൊടുക്കാനും ആളില്ല. കാര്യം ഇപ്പൊ സീനിയർ നമ്മളിപ്പോ ചില സിനിമകളിലെ കാണും, ഞങ്ങള് ബുദ്ധിജീവികളുണ്ട്, ഞങ്ങൾ പറയുമ്പോ എല്ലാം കേൾക്കണം എന്ന് പറഞ്ഞാൽ, അതുപോലെ എനിക്ക് അങ്ങനെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. കാര്യം ഓരോ സീനുകളാണ് ഓർമ്മ വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സ്റ്റഡി ക്ലാസ് എടുക്കാനൊന്നും ആരും ഇല്ല. അപ്പൊ അദ്ദേഹത്തിന് തോന്നിയ രീതിയിൽ അങ്ങ് ചെയ്യുവാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തെ കാണത്തില്ല. കാര്യം നമ്മുടെ CJP സമരം വന്നപ്പം, അത് കുട്ടികളുടെ സമരം വന്നപ്പം, അതിന് ഇടയ്ക്ക് വെച്ച അവസാനമില്ലോ ഓട്ടമത്സരങ്ങളുടെ അവസാനം ഫിനിഷ് ചെയ്യുന്ന ഇടയ്ക്ക് കയറി ഓടിയ. അല്ല, പക്ഷേ രാഹുൽ വേറെയും ചില വിമർശനങ്ങൾ ഈ കെട്ടിപ്പിടിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു ആരോപണമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ ചൈന ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ചൈനയിലെ അരുണാചൽ പ്രദേശുമായുള്ള നമ്മളുടെ തർക്കത്തിനെ സംബന്ധിച്ച് നമുക്കവിടെ പെട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ രാഹുൽ ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ ഒരുപക്ഷെ എന്തുകൊണ്ട് ചർച്ചയാകാതെ ഈ ആലിംഗന വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് വേണമെങ്കിലും അങ്ങനെ വിമർശിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ അതിർത്തി രാഷ്ട്രങ്ങളുമായുള്ള സൗഹൃദം നമ്മുടെ എക്കാലത്തെയും താഴോട്ട് പോകുന്നു എന്നൊക്കെയുള്ള ഒരു ആക്ഷേപമായി അതിനെ കാണാൻ കഴിയുമോ? ഇല്ല സാർ, അങ്ങനെയല്ല. നമ്മളിപ്പോ അത് പുള്ളി പറയുന്നത് എനിക്ക് അതിനെ പറ്റി കൂടുതൽ അറിയില്ല. എങ്കിലും ഞാൻ പറയുന്നത്, നമ്മള് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു 140 കോടി ജനങ്ങളിൽ പുറത്തുള്ള ഒരു രാജ്യമാണ്. നമ്മള് നോർത്ത് ഇന്ത്യയിലും അതുപോലെ പല സ്റ്റേറ്റിലും അവര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തേണ്ട പല വിഷയങ്ങളുണ്ട്. അദ്ദേഹം ശ്രദ്ധയപ്പെടുത്തുന്നില്ല. സാർ നോക്കിയാൽ മതി, എന്തെങ്കിലും കാര്യം ശ്രദ്ധയപ്പെടുത്തുന്നുണ്ടോ? എന്തെങ്കിലും കാര്യം അപ്പൊ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ നമുക്ക് പല കാര്യങ്ങളും അദ്ദേഹം വരും. പക്ഷെ ഈ കാര്യങ്ങളല്ല. ഇപ്പൊ നമ്മള്
സാധാരണ അപ്പൊ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാൾ ഈ ചൈന കാര്യം അദ്ദേഹത്തോട് പറയേണ്ട വല്ല പ്രയോജനമുണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് എന്ത് പറയണം? ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു ഷോ ഓഫ് പോലെ എന്താ പറയുക, വെറും നമ്മളാ താഴ്ന്ന നിലവാരത്തിൽ അദ്ദേഹത്തിന്റെ നിലവാരം മാറ്റണം. അടുത്ത പ്രധാനമന്ത്രി ആവേണ്ട ആളാണ്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം വ്യക്തമാണ്. അപ്പൊ ആനന്ദാണ് എന്നോടൊപ്പം ചേർന്നത് എഴുകോണിൽ നിന്ന്. അജിമോൻ അമ്പലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. അജിമോൻ, നമസ്കാരം. അജിമോൻ, ഈ അമ്പലപ്പുഴയിലും ആലപ്പുഴ പരിസരത്തും ഒക്കെയുള്ള വെള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു? വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഒഴിവായോ? വെള്ളക്കെട്ടൊക്കെ തീർന്നു. ഇവിടെ വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ച ഭയങ്കരമാണ്. ഓക്കെ, ഏതായാലും ആ വിഷയം ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും നിങ്ങളൊക്കെ സുരക്ഷിതരായി ഇരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ രാഹുൽ ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ചൈനയുമായി ഒരു കൃത്യമായ ഒരു നിലപാടെടുക്കാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല എന്ന് രാഹുൽ ആക്ഷേപിക്കുന്നു. രാഹുൽ ഗാന്ധി എനിക്ക് മനസ്സിലായി. ഞാൻ പറയും, രാഹുൽ ഗാന്ധിക്ക് സാമാന്യ ബുദ്ധിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താ അറിയോ, ഇത് ഈ 14 വർഷമായുള്ളൂ നമ്മുടെ നരേന്ദ്രമോദി ഇപ്പൊ 12-13 വർഷമായുള്ളൂ കയറിയിട്ട്. ഇതിനു മുമ്പേ ചൈനയുമായിട്ട് ഭയങ്കരമായ വിഷയങ്ങൾ ഉണ്ടായിട്ട് അവരുടെ അമ്മുമ്മ ഇരുന്ന കാലം മുതൽ. അപ്പം ഈ രാഹുൽ ഗാന്ധിക്ക് നമ്മളൊരു ബുദ്ധിയുള്ളൊരു മനുഷ്യരാണെങ്കിൽ അങ്ങനെ ചിന്തിക്കത്തില്ല. ഇത്രയും നരേന്ദ്രമോദി വന്നതിന് ശേഷമാണല്ലോ ഇത്രയും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഈ രാജ്യത്തിന്റെ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ആലിംഗനവും ചെയ്ത്, പക്ഷേ അതാണ് ഇതിന് അദ്ദേഹം രാഹുൽ ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇപ്പൊ ചൈനീസ് വിഷയം ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ ഒരു കനത്ത നിലപാടെടുക്കാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ട്രംപിന്റെ പ്രതികരണങ്ങളോട് ഒരു മറുപടി പറയാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നു. അതൊക്കെ സാറേ, നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിന്റെ കാര്യം. നമ്മൾ ഈ ലോകരാജ്യങ്ങളിൽ മൊത്തം ഇപ്പൊ ഈ പശ്ചിമേഷ്യയിലെ കാര്യത്തിൽ നരേന്ദ്രമോദി ആധികാരികമായിട്ട് സംസാരിക്കാൻ നമുക്ക് എന്താണ് അതിന്റെ വേറെ കുഴപ്പമെന്ന് വെച്ചാല്, നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് എണ്ണ വേണം, നമുക്ക് ഭക്ഷ്യസാധനങ്ങൾ വേണം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതി ചെയ്യണം. ഈ രാഹുൽ ഗാന്ധി പറയുന്ന ഒറ്റയടിക്ക് അടിച്ചിട്ട് ഒരാളെ എടുത്ത് വെട്ടുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒരു നയതന്ത്ര ബന്ധങ്ങളില്ലേ നമുക്ക്? നമ്മുടെ രാജ്യത്ത് ചെയ്യുന്ന ഒരു ബുദ്ധിയില്ലാത്ത കുറച്ച് പിള്ളേരെ വിളിച്ചിട്ട് ഒരു മൈക്ക് എടുത്തിട്ട് കെട്ടിപ്പിടിക്കുക, അല്ലെ നരേന്ദ്രമോദി. ശരി, വ്യക്തമാണ് അങ്ങ് പറയാൻ ഉദ്ദേശിച്ച കാര്യം കൃത്യമാണ്. എനിക്ക് കൂടുതൽ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്. ഏതായാലും കൃത്യമാണ് അങ്ങയുടെ പ്രതികരണം, വളരെ വ്യക്തമാണ്. അപ്പൊ മുരളി എന്നോടൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്നാണ്. ശ്രീ മുരളി. സർ, ആദ്യമായിട്ട് ഈ ഒരു ഇത് തന്നെ ഇന്നത്തെ ചർച്ചക്കെടുത്തതിൽ അങ്ങേ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം ഈ പപ്പുമോന്റെ വിവരം ഈ ലോകം മുഴുവൻ ഇങ്ങനെ അറിയുമല്ലോ. ആ ഒരു പ്രതിപക്ഷ നേതാവിന്റെ നിലയും വിലയും അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം കെട്ടിപ്പിടിക്കുന്ന ആൾക്ക് തന്നെ അയാളുടെ പേരെനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് തന്നെ ഇത് വെറും തോന്നൽ വരുന്നുണ്ട്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. 30 ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം കിട്ടിയ മനുഷ്യനാണ് നരേന്ദ്രമോദി. എല്ലാരും പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് തുടരുകയാണെങ്കിൽ ഈസി വാക്ക് ഓവർ ആയിരിക്കും BJPക്ക്. അത്രേ ഉള്ളൂ. ശരി, അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് ഞാനൊരു ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാൻ. കൂടുതൽ പ്രേക്ഷകർ എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക്. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലെയിനിങ്ങിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ഈ വെള്ളത്തെ വെളിയിലേക്ക് തെറിപ്പിച്ച് റോഡുമായുള്ള സമ്പർക്കം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേഗത കൂടുമ്പോൾ ഈ പമ്പിംഗ് പ്രക്രിയ പരാജയപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ ടയറുകൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അതിനടിയിലേക്ക് ഇരച്ചു കയറുന്നു. വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ അതിമർദ്ദം കാരണം ടയറുകൾ റോഡിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. അതായത് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള നിങ്ങളുടെ വാഹനം റോഡിലല്ല, പകരം ഒരു നേരിയ ജലപാളിക്ക് മുകളിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. റോഡുമായുള്ള ബന്ധം അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ സംസാരിച്ചൊരു പ്രേക്ഷകൻ എന്നോട് ചോദിച്ചു, രാഹുൽ ഗാന്ധി ആരെയാണ് അവിടെ ആലിംഗനം ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ചോദ്യം. ഞാനതിൻ്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധി അവിടെ ആലിംഗനം ചെയ്തത് നമ്മുടെ മലയാളികൾക്കൊക്കെ നന്നായി അറിയാവുന്ന ഷീലാ ദീക്ഷിതിൻ്റെ മകൻ ആണ്, ഈ സന്ദീപ് ദീക്ഷിത്. ഷീലാ ദീക്ഷിതിനെ നമുക്ക് ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ അറിയാം, ഗവർണർ എന്ന നിലയിൽ അറിയാം ഇവിടുത്തെ. അങ്ങനെ മലയാളികൾക്കൊക്കെ ഒരു സുപരിചിതമായ പേരാണ്. അപ്പോൾ അവരുടെ മകൻ ഷീലാ ദീക്ഷിതും അതുപോലെ വിനോദ് ദീക്ഷിത് എന്ന ഷീലാ ദീക്ഷിതിൻ്റെ ഭർത്താവ് ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു നമുക്കറിയാം. അപ്പോൾ അവരുടെ ഒരു മകനാണ്. അദ്ദേഹം ഈസ്റ്റ് ഡൽഹിയിൽ നിന്നാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അവിടെ നിന്ന് ജയിക്കുകയും ചെയ്തു. ലോക്സഭാ അംഗം എന്ന നിലയിൽ അവിടെ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ സന്ദീപ് ദീക്ഷിത്. അപ്പോൾ തങ്കച്ചൻ എന്നോടൊപ്പം ചേരുന്ന മുഹമ്മയിൽ നിന്നാണ്. ശ്രീ തങ്കച്ചൻ. ഹലോ. ശ്രീ തങ്കച്ചൻ, ഒരു ഒട്ടനവധി വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഈ രജനാത്മക് കോൺഗ്രസിൽ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ്. അപ്പോൾ ആളുകളുടെ ശ്രദ്ധ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ പോയി ഇതിലേക്ക് മാത്രം, ഈ ആലിംഗന വിവാദത്തിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയി എന്ന് തങ്കച്ചന് തോന്നുന്നുണ്ടോ? ഈ ആലിംഗനം കൊണ്ടും കടലിച്ചാടി കൊണ്ടൊന്നും ഒരു പ്രതിപക്ഷ നേതാവ് എന്നൊരു സ്ഥാനത്തൊന്നും പറ്റത്തില്ല. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് പക്വതയും അതുപോലെ തന്നെ ആർജവുമുള്ള പ്രവർത്തനവുമാണ്. ഇത് 6 മാസം പാർലമെന്റ് കൂടുമ്പോൾ പാർലമെന്റിൽ വരാതെ ചോദിക്കാതെയൊക്കെ ഈ പുറം വരെ ടൂറും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാള് ഇപ്പം BJP-ക്കാരെല്ലാം അവരുടെ വീടിന്റെ വാതിക്ക് എഴുതി വെച്ചിരിക്കണമെന്ന് പോസ്റ്റർ ഒട്ടിക്കാൻ പോവുകയാണ്. രാഹുൽ ഗാന്ധി BJP-യുടെ ഐശ്വര്യം. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ഈ ആലിംഗനം കൊണ്ട് കടലിൽ ചാടി കൊണ്ട് കാര്യം വല്ലതും ഉണ്ടോ സാറേ? ഓക്കെ, യെസ്, അതാണ്. അപ്പോൾ ശ്രീ തങ്കച്ചൻ്റെ അവിടെ മുഹമ്മയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്നോടൊപ്പം ഗീതാ മേനോൻ കൂടി ചേരുന്നുണ്ട് കോയമ്പത്തൂരിൽ നിന്ന്. ഗീതാ മേനോനെ ഞാൻ കാര്യമായി പ്രതീക്ഷിക്കുകയായിരുന്നു. ശ്രീ ഗീതാ മേനോൻ. ഗുഡ് ഈവനിങ് മനു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പ്രതീക്ഷിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ BJP കൊണ്ടാണ്. അല്ല, എന്നെ ഇവരെല്ലാരും കൂടെ കോൺഗ്രസ് ആക്കിയിട്ടില്ല. ഞാൻ കോൺഗ്രസ് ആയിട്ട് അല്ല സംസാരിക്കുന്നത്. ടോക്കിംഗ് ആസ് എ സിറ്റിസൺ. രാഹുൽ ഗാന്ധി ഒരു ലൈറ്റർ നോട്ടിൽ ചെയ്ത ഒരു സംഗതിയാണ്. അതൊരു ജൈബായിട്ട് എടുത്താൽ മതി. അത് പക്ഷെ ഡെക്കറം കീപ്പപ്പ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതിന് മറുവശത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ PM കാണിച്ചു വിട്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എവിടെയൊക്കെ പോയി ഡ്രംസ് അടിക്കുന്നത്, വായിക്കാൻ അറിയില്ലെങ്കിലും ഒരു പൈപ്പ് വായിക്കുന്നത്, സോ മെനി തിങ്സ്. അത് അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇപ്പൊ ഹഗ്ഗിന്റെ കാര്യമാണ് പ്രശ്നം, അല്ലെ? ഹഗ് വോംസോടെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫൈൻ. നമുക്ക് അബ്രോഡ് പോയിട്ട് കുറെ ഹഗ്സ് കൊടുത്തത് കൊണ്ട് ഇവിടുത്തെ സിറ്റിസൻസിന് ദ പ്രോബ്ലം ഹിയർ ഇസ് മനു, ഇവിടുത്തെ സിറ്റിസൻസിനെ ഫോക്കസ് ചെയ്യാനുള്ള സമയമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പ്രാവശ്യമാണ് ഫോറിൻ വിസിറ്റ് ചെയ്തിട്ടുള്ളത്? അതിന് തക്കതായിട്ട് മനു കുറച്ച് നേരത്തെ പറഞ്ഞു ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് വന്നു. നല്ല കാര്യം മനു. ബട്ട് ഇവിടുത്തെ സിറ്റിസൻസും ഹാപ്പി ആണോ? അന്ധഭക്തന്മാരെ കുറിച്ച് ഞാൻ പറയണേയില്ല, അവർ ഹാപ്പി ആയിരിക്കും. എനിവേ, ഓക്കെ. അതല്ലാത്ത കുറച്ച് പേരുണ്ടല്ലോ, ഈ പാർട്ടി മാത്രല്ല, ഈ പാർട്ടിയോട് എന്താ പറയാ അനുഭാവം ഇല്ലാത്ത കുറച്ച് പേര്, അവരും ഇവിടെ ഹാപ്പി ആയിരിക്കണ്ടേ? അവരും ഇന്ത്യയുടെ സിറ്റിസൻസ് അല്ലേ? ഒരു BJP ആ കുട്ടികള് വരേണ്ടി വന്നില്ലേ മനു? NTA കാര്യം. അപ്പൊ നമ്മള്
ഇവരെന്തറിയോ, ഇവർക്കൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ BJP-യിലുള്ളവരുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഫോക്കസിങ് ഓൺ വൺ സിമ്പിൾ തിങ്. രാഹുൽ ഗാന്ധി ബാക്കി കുറെ കാര്യങ്ങൾ ചോദിച്ചു, ഒന്നും ഇവർ ഓർക്കില്ല. ഓക്കെ, രാഹുൽ ഗാന്ധിക്ക് ഇനിയും സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ് ഉണ്ട്, സമ്മതിച്ചു. നോ ടു ഒപ്പീനിയൻ ഓൺ ദാറ്റ്. പക്ഷേ നമ്മുടെ PM ഇത് ഇനിയും ഇപ്പൊ കുറെ വരാനുണ്ടല്ലോ, കുറെ കാര്യങ്ങള്. ഈ പറഞ്ഞ പോലെ FCRAയുടെ ബില്ല് വരാൻ പോകുന്നുണ്ട്. റെസ്ട്രിക്ഷൻസ് ആവാമോ, ലീഗൽ ആണെങ്കിൽ ഓക്കെ മനു. ഞാൻ UPI പേയ്മെന്റ്സിന്റെ കാര്യം അന്ന് മനുവിനോട് സൂചിപ്പിച്ചിരുന്നു. വന്നപ്പോ ഫ്രീ, ഇപ്പൊ എന്താ സ്ഥിതി? യുനോ, ഈ ഷോപ്പ് ഓണേഴ്സ് ആണ് കൊടുക്കണ്ടേന്ന് പറയുന്നു. അല്ല, അത് ധനമന്ത്രി ക്ലാരിഫൈ ചെയ്തില്ലേ UPI അത് അങ്ങനെ ഇല്ലെന്ന്, അത് അങ്ങനെ അവർക്ക് പണം നഷ്ടമാകില്ല എന്നൊരു ക്ലാരിഫിക്കേഷൻ ധനമന്ത്രിയുടെ ഭാഗത്ത് വന്നു. അവരത് ട്വിറ്ററിൽ എക്സാക്ട്ലി. മനു, കുറെ പെർട്ടിക്കുലർലി മീഡിയ, നമ്മുടെ ഇന്ത്യ പോലത്തെ ഒരു ഡെവലപ്പിംഗ് കൺട്രിക്കുള്ള GST റേറ്റ്, ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ പറയാം മനു, 18%. മനു ഒരു വണ്ടി മേടിക്കാൻ, ഇപ്പൊ നമ്മളൊക്കെ മിഡിൽ ഇൻകം ഗ്രൂപ്പ് ആണല്ലേ, അറ്റ്ലീസ്റ്റ് ഞാനാണ്. മനു ആണോന്ന് എനിക്കറിയില്ല, ഞാനാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു മിഡിൽ ഇൻകം ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് ഒരു വണ്ടി മേടിക്കണമെങ്കിൽ റേറ്റ്, നമ്മൾ റോഡ് ടാക്സും CGST കൊടുക്കണതും എന്ത് ഞാൻ പറയാ, എക്സോബിറ്റന്റ് ആണ്. വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടാണ്. ഏതായാലും ഇതിൽ അങ്ങയുടെ പ്രതികരണം വ്യക്തമാണ്. ഇതിൽ എനിക്ക് വൺ ലാസ്റ്റ് പോയിന്റ് ഇസ് ദേർ. ഈ പറയുന്ന ഈ മിസ്റ്റർ മോദി പ്രൈം മിനിസ്റ്റർ എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ, ആരെങ്കിലും ഹഗ് ചെയ്തോടെ, അതൊന്നുമല്ല. അതെന്തുകൊണ്ടാണ് ഒരു പരിഹാസത്തിന് പാത്രമാവുന്നതെന്ന് വെച്ചാൽ, ഇവിടുത്തെ ആളുകളെ മറന്ന് എവിടെ പോയി എന്ത് ചെയ്താലും മനു ആ ഒരു ബാലൻസ് ഇല്ലല്ലോ. ആ ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ദ പാർട്ടി സഫറിങ്. ആര്? BJP. ഞാൻ കോൺഗ്രസ് നല്ലതാന്ന് പറയണേ ഇല്ല. ഐ എം നോട്ട് ഫോർ ഇറ്റ്. ഞാൻ അവർക്ക് ഇനിയും, ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഇനിയും വേണം, ഒരുപാട് ഒത്തൊരുമയൊക്കെ വേണം എല്ലാണ്ട്. പക്ഷെ BJP is becoming an autocratic party. അപ്പോ ഈ വ്യക്തമാണ്. ഞാൻ ശ്രീമതി ഗീതാ മേനോൻ, ഓക്കെ, കൃത്യമാണ്. ഞാൻ തിരക്ക് പിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദീപു എന്നൊരു പ്രേക്ഷകൻ നമ്മുടെ തിരുവനന്തപുരം, ഞാൻ നമ്മുടെ ദീപു ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അതുകൊണ്ടാണ്. ദീപുവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് നമ്മുടെ പൊതുവേദിയിൽ എന്നും പ്രേക്ഷകരിങ്ങനെ ചോദ്യങ്ങൾ നൽകാം. ദീപു മടങ്ങി വന്നാൽ ദീപു തന്നെയാണോ? നമസ്കാരം. ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ദീപു എന്ന് എനിക്കിങ്ങനെ എഴുതിയാണ് കാണുന്നത്. അപ്പോൾ ദീപു എവിടെയെന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. എല്ലാ ദിവസവും ആളുകൾ യൂട്യൂബിലും കമന്റ് ഇടുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇട്ടു. അപ്പൊ ഞാൻ കേട്ടു, അത് മനു പറഞ്ഞ കേട്ട് ഞാൻ കുത്തിനിരുന്ന് വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. 2 ഫോൺ വെച്ച് വിളിച്ചു, കിട്ടിയില്ല. പിന്നെ മനു, ഞാനിപ്പോ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്ത് വന്നാണ്. ഇപ്പൊ ഓണമൊക്കെ ആണല്ലോ, ഇനി കുറച്ച് ദിവസം വർക്ക് ഫ്രം ഹോം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകാം. പുതിയ പ്രോജക്ട്സ് വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോകും. ഇങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് എന്റെ കാര്യം. പിന്നെ എന്നെ പറ്റി കുറെ പേരൊക്കെ ചോദിച്ചു തന്നു, വളരെ സന്തോഷം. അവരോടൊക്കെ നന്ദിയുണ്ട്. ചിലര് പിന്നെ കളിയാക്കിയൊക്കെ സംസാരിക്കുന്നതും കണ്ടു, അവരോട് സന്തോഷം. പിന്നെ ഒരു വ്യക്തി വളരെ പിന്നെ കുശുമ്പും കുന്നായ്മയൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്, ഈ യൂട്യൂബിൽ എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരൊന്നും പറഞ്ഞ പ്രായമൊക്കെ ആയി, അതുകൊണ്ട് അതൊക്കെ ഒന്ന് മര്യാദക്കൊക്കെ ഒന്ന് നമ്മൾ ആ പ്രായത്തിന്റെ ഒക്കെ ഒരു പക്വത കാണിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഈ വിഷയത്തിലേക്ക് വന്ന മനു, പിന്നെ നോക്കൂ, ഇവിടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. രാഹുൽ ഗാന്ധി പറയുന്നതെല്ലാം ഒരു പ്രതിപക്ഷ നേതാവിന്റെ ലെവലിൽ നിന്നിട്ട് അത് പ്രോപ്പർ ആണോ, അത് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയോ, പ്രസൻസ് എവിടെയൊക്കെയുണ്ട്, ഏതൊക്കെ വിഷയങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുന്നുണ്ട്, ഏതൊക്കെ വിഷയം ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്, ഇതിനകത്തൊക്കെ സംശയവും നമുക്ക് വിമർശനമുണ്ട്. പക്ഷെ ഇന്ന് രാഹുൽ ഗാന്ധി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്തൊരു ഹഗ് ഡിപ്ലോമസിയെ കുറിച്ച് പറഞ്ഞപ്പോ അതിനകത്ത് അത് മാത്രം പിക്ക് ചെയ്തുകൊണ്ടൊന്നും ഇപ്പൊ നമ്മുടെ ചർച്ച പോലും അത് മാത്രമാണ്. എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, അത് മാത്രമാണ്. ഞാൻ ചോദിക്കുന്നത്, പ്രധാനമന്ത്രിയെ ഹഗ് ഡിപ്ലോമസി ചെയ്ത് കാണിക്കുന്നത് തെറ്റെന്താ ഉള്ളത്? ഇദ്ദേഹം ഇത്രയും വർഷം വെളിയിൽ പോയി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു എന്ന് മനു പറയുന്നു. പക്ഷെ അങ്ങനെ കൊണ്ടുവരുമ്പോ, അല്ല, ഞാൻ അങ്ങനെ കൊണ്ടുവന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 17% വർദ്ധിച്ചു എന്ന ഫാക്ടാണ് ഞാൻ പറഞ്ഞത്. അത് പ്രധാനമന്ത്രി പോയിട്ട് വന്നതാണോ എന്നുള്ളതൊക്കെ അത് നിങ്ങളുടെ ജഡ്ജ്മെന്റിന് ഞാൻ പറഞ്ഞു. ശരി. അപ്പൊ അത് വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ നാട്ടിലെ പാവങ്ങൾക്കുള്ള പ്രയോജനം എന്ത്? നമ്മൾ ഇപ്പോഴും എത്രാം സ്ഥാനത്താണ് ഹങ്കർ ഇൻഡെക്സിൽ ഉള്ളത് മനു? ഹങ്കർ ഇൻഡെക്സിൽ എത്രാം സ്ഥാനത്തുള്ളത്? ഒരു പരീക്ഷ നടത്താൻ പോലും കഴിവില്ലാത്ത ഒരു സംസ്ഥാനമായി ഒരു രാജ്യമായിട്ട് നമ്മുടെ മാറിയില്ലേ? ഇതിനകത്ത് ഈ പ്രധാനമന്ത്രി ഇപ്പൊ ഈ സമരം വന്നില്ലെങ്കിൽ അപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കൊളീഗിനെ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ?
ഒരു ഇതുമില്ലാതെ ആഭ്യന്തരമന്ത്രി വരുന്നുണ്ടോ? അദ്ദേഹം പാർലമെന്റിൽ വന്നിട്ട് പാർലമെന്റിലെ എല്ലാ ജനങ്ങളുടെയും പ്രതിനിധികളല്ലേ, അത് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അവിടെ വന്നിരിക്കുന്നത്. അവരോടൊക്കെ മറുപടി പറയാനോ എന്തിനെങ്കിലും അദ്ദേഹം വരുന്നത്, അതൊക്കെ പുച്ഛമല്ലേ? ജനാധിപത്യത്തെ പുച്ഛത്തോട് കാണുകയല്ലേ അവര്? അങ്ങനെ അല്ലെങ്കിൽ അവർ വന്നിട്ട് ഇതിനൊരു മറുപടി പറയില്ലേ? ഒരു സുപ്രഭാതത്തിൽ രാത്രി ഇദ്ദേഹം ഈ സമരത്തെ പേടിച്ചുകൊണ്ട് രാത്രി വന്ന് സംസാരിക്കുന്നു. ആ സംസാരത്തിന്റെ അറ്റത്ത് എന്താണ് വരുന്നത്? എത്ര നാള് ഈ സമരം നടത്തി എത്ര വിദ്യാർത്ഥികളെ എത്ര ഭീകരമായിട്ടാണ് അടിച്ചൊതുക്കിയത്, ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി നോക്കൂ. നമ്മുടെ രാജ്യത്ത് ഈ ഫോറിനിൽ പോയി ഹഗ് ഡിപ്ലോമസിയുമായി ബന്ധപ്പെട്ട് എന്ത് നേട്ടമാണ് നമുക്കുണ്ടായത്? ഞാൻ ചോദിക്കട്ടെ, ഈ യുദ്ധ സമയത്ത് റഷ്യയിൽ നിന്ന് നിങ്ങൾ വാങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ വാങ്ങും എന്ന് പറയാനുള്ള ആർജവം ഒരു നമ്മുടെ ഈ നാടിന്റെ പൈതൃകത്തിനില്ലേ? അല്ല, നമ്മൾ വാങ്ങുമെന്ന നിലപാട് തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത്? ഞാൻ തോന്നുന്നു എന്നിട്ട് വാങ്ങി അവരുടെ കയ്യിൽ നിന്ന് അവര് പറയാണ്. ഇല്ല, ഞാനതിന്റെ കണക്ക് എടുത്തു നോക്കിയപ്പോൾ ഭയങ്കരമായ വർധന. റഷ്യ ഇമ്പോർട്ട് ചെയ്യുന്ന ഓയിലിന്റെ ജൂൺ മാസത്തെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 50% മറ്റോ നമ്മളാണ് വാങ്ങിക്കുന്നത്. മനു, ആ സമയത്ത് നിങ്ങൾ വാങ്ങിച്ചോ, റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ എന്ന് പറയുമ്പോൾ സമ്മതപത്രത്തിന് കാത്തിരിക്കുകയാണ്. അത് കിട്ടുന്നില്ലേ? അത് കിട്ടിയല്ലോ ഇല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ ഒരു നയം എന്തായിരുന്നു? ആ നയവുമായി ബന്ധപ്പെട്ട ഇറാനുമായിട്ടുള്ള ഇറാനുമായിട്ട് അമേരിക്കയുമായി യുദ്ധം ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെല്ലാം നടപടികൾ എടുക്കാമായിരുന്നു? ഏതെല്ലാം രീതിയിലൊരു വിശ്വഗുരു എന്ന് അവര് പറയുന്നല്ലോ. ആ പറയുന്നതിന്റെ ആ ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് ഈ ലോകത്തെ തന്നെ ഒരു നേതാവാകാൻ കഴിയുമായിരുന്നില്ലേ? പേടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നില്ലേ? എന്ത് അമേരിക്ക പറയുന്നു നോക്കിയിരിക്കുകയല്ലേ നമ്മള്? ആർക്കാണ് ഈ നാട്ടിൽ ഗുണം ഉണ്ടായത്? അപ്പൊ ഇതൊന്നും ഉണ്ടാകാതെ ഈ പറയുന്ന ഏറ്റവും വലിയ എന്ത് പ്രധാനമന്ത്രി? നമ്മളിപ്പോഴും 102-ാം സ്ഥാനത്താണ്. ഞാനിപ്പോ നോക്കിയപ്പോ 102-ാം സ്ഥാനത്താണ് നമ്മൾ പട്ടിണി ഇൻഡെക്സിൽ കിടക്കുന്നത്. ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളെ പറ്റി നോക്കുന്ന ഒരു പ്രധാനമന്ത്രി ആവണ്ടേ? എന്നിട്ട് എല്ലാവരും വന്ന് പറയാണ് ഇതാ ഒരു പ്രധാനമന്ത്രി, ലോകം കാണാത്ത പ്രധാനമന്ത്രി, രാജ്യം കാണാത്ത പ്രധാനമന്ത്രി. നമ്മൾ എത്ര പട്ടിണി കിടന്നിട്ട് പട്ടിണി രാജ്യമായിരുന്നു. അവിടുന്ന് ഈ നിലയിലേക്ക് നമ്മൾ ഈ മോഡി വരുന്നതിന് മുമ്പ് വന്നിട്ടുള്ളതല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ആരുടെ കയ്യിൽ നിന്നെല്ലാം സഹായം സ്വീകരിച്ചു. എല്ലാ രാജ്യങ്ങളും നമ്മൾ പട്ടിണിയാണെങ്കിൽ പോലും ഇന്ത്യക്ക് ഒരു ഹെറിറ്റേജ് ഉണ്ടായിരുന്നു, ഇന്ത്യയോട് ബഹുമാനം ഉണ്ടായിരുന്നു, എണീറ്റ് നിൽക്കുമായിരുന്നു ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇല്ലേ? അത് മോഡി വന്നുകൊണ്ടുണ്ടായതാണോ? ഏത് രാജ്യമാണെങ്കിലും ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു സംഭവമായിരുന്നു. കാരണം ഇവിടുത്തെ ഡൈവേഴ്സിറ്റി, ഇവിടുത്തെ ജനങ്ങള്, ഇവിടുത്തെ ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചർ, ഇതെല്ലാം കൂടെ യോജിച്ച് എങ്ങനെ നിൽക്കുന്നു, ഇതൊക്കെ കാണുന്ന ഒരു ഇന്ത്യയാണ് ലോകം കാണുന്നത്. മറ്റെവിടെയൊക്കെ കൺഫൈൻഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സംസ്കാരം മാത്രമായിട്ടുള്ള രാജ്യങ്ങളാണ്. ഇവിടെയോ അങ്ങനെ ഒരു രാജ്യമാണിത്. ആ രാജ്യത്തിലാണ് ഏക കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. ഡൈവേഴ്സിറ്റി ഒന്നും വേണ്ട, എല്ലാം ഒറ്റ ഇത് മതി എന്ന് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ പൈതൃകത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലല്ലേ മുന്നോട്ട് പോകുന്നത്? എന്നിട്ട് ഏറ്റവും വലിയ പ്രധാനമന്ത്രിയാണെന്ന് പറയാ. അദ്ദേഹത്തെ കുറച്ചൊന്നും കാണുന്നില്ല. അദ്ദേഹത്തിന് കഴിവുണ്ട്, അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ, പക്ഷെ പ്രോപ്പറായിട്ട് ചെയ്യണം. ആ ചെയ്യുന്നതിന് പാവങ്ങളെ കാണാൻ ശ്രമിക്കണം. അത് കണ്ടിട്ട് അത് പട്ടിണിയുടെ ഇത് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തണം. എന്തെങ്കിലും കാര്യങ്ങൾ ഇത്രയും വർഷമായില്ലേ? നമുക്ക് ഒരു 5 വർഷത്തേക്കാണെങ്കിൽ 5 വർഷം നിലനിന്നിരുന്ന വ്യവസ്ഥിതികളിൽ നിന്ന് മാറ്റം പറ്റി നമ്മൾ മുന്നോട്ട് പോകാനുള്ള സ്റ്റെപ്സ് എടുത്തു. 5 years, again how many years? എപ്പോഴാണ് നമ്മൾ ഇതിനകത്തൊക്കെ പുറത്തു വരാൻ പോകുന്നത്? എന്നിട്ട് അവിടെ നമ്മൾ അമ്പലം പണിതിട്ട് അവിടുത്തെ കാശ് അടിച്ചോണ്ട് പോയില്ലേ? അത് കാണാൻ പറ്റിയില്ലേ? ഇത്രയും വലിയ രാജ്യത്ത് ഞങ്ങളുടെ ദൈവമാണെന്ന് അവര് അവകാശപ്പെടുത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ശ്രീരാമനെ ആ രാജ്യത്ത് ആ അമ്പലത്തിലേക്ക് പൈസ അടിച്ചോണ്ട് പോകുന്നത് കാണാൻ കഴിയാത്ത അവിടുത്തെ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഡബിൾ എഞ്ചിനാ. ഇത്രയും കാര്യങ്ങളൊക്കെ ഇരുന്ന് ഈ രാജ്യത്ത് ഇത്രയും. അപ്പൊ ഞാൻ ദീർഘനാളുകൾക്ക് ശേഷം ദീപു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു മാക്സിമം സമയം കിട്ടിയെന്നാണ്. അപ്പൊ എനിക്ക് ഇവിടെയുള്ള ദിവസങ്ങൾ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനും കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ദീപുവിൻ്റെ പ്രതികരണങ്ങൾ അങ്ങനെയാണ്. അതേസമയം എന്നോടൊപ്പം ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, രാഹുലിൻ്റെ വിമർശനങ്ങൾ ശരിയാണ്, പക്ഷേ അതിൻ്റെ രീതി തെറ്റിപ്പോയി എന്ന ആ ഒരു നിലപാടിനോട് ശ്രീ ഹരികൃഷ്ണൻ എന്ത് തോന്നുന്നു? ഒന്ന്, രാഹുൽ ഗാന്ധിജിയുടെ വിമർശനം ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. പ്രത്യേകിച്ചും ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അവകാശമുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് ആ വിമർശനത്തിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കാണിച്ചത് ഒരു ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ഒരു സ്ത്രീ, അവർ കഷ്ടപ്പെട്ട് ഒരു ജനാധിപത്യപരമായിട്ട് കയറിയിരുന്ന ഒരു സ്ഥാനത്തിലാണ്. അവരെയാണ് ഈ ലൈംഗിക ചൊവ്വയോടെ ഉള്ള ഒരു ഈ ഹഗ്ഗിങ് എന്നുള്ള ജസ്റ്റർ കാണിച്ചത്.
ഇത് നമ്മുടെ നാട്ടിൽ വന്ന് ഇതേ ജസ്റ്റർ കാണിച്ചാൽ ഇന്ത്യൻ സ്ത്രീകളുടെ ഓടുള്ള എന്താ പറയുക ആ നിയമം ഉണ്ടല്ലോ, ലൈംഗിക ചൊവ്വയോട് ആംഗ്യം കാണിച്ചെന്ന് പറഞ്ഞാൽ അതിന് കേസെടുക്കാവുന്ന ഒരു വകുപ്പാണ്. അവർ ഇറ്റാലിയൻ സ്ത്രീ ആയതുകൊണ്ട് അവർക്കെതിരെ ആർക്കും ചോദ്യം ചെയ്യാനോ പറയാനോ ആർക്കും ഇല്ല. അത് അങ്ങനത്തെ അതൊരു കേസാണ്. ശരി, ആ ആംഗ്യമില്ല, നമുക്ക് വിദേശ നയത്തിലേക്ക് നോക്കാം. നമ്മൾ നോക്കണം വിദേശ നയം. നമ്മള് ഒരു കാര്യം, ഒരു പ്രവൃത്തി, എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെങ്കിൽ അതില് നമ്മൾ 100% ഇന്റന്റോടെ നമ്മൾ ഒരു കാര്യം ചെയ്താലും അതിൽ ഒരു 20% എന്തെങ്കിലും പിഴവ് വന്നു കഴിഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താനും വിമർശനം ചെയ്യാനും ആൾക്കാർ കാണും. BJP-ക്കാർ പഠിക്കേണ്ടത് ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവർത്തനത്തിനെ കൂടുതൽ നന്നായിട്ട് മാറ്റുക. മോഡിക്ക് പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്. ഈ ഇത്രയും യുദ്ധവും പ്രശ്നങ്ങളും നടക്കുന്ന ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ ഗ്യാസ് എത്തിക്കുകയും പെട്രോൾ അത്യാവശ്യത്തിന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇത് കിട്ടാതിരിക്കുന്ന പാകിസ്ഥാനിലും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പെട്രോൾ കിട്ടാനില്ല, ഗ്യാസ് അവരെ ബലൂണിൽ നിറച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണ് LPG ഒക്കെ. ശരി, അപ്പോൾ സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടാണ്. ഏതായാലും അങ്ങയുടെ നിലപാടുകൾ വ്യക്തമാണ്. അപ്പോൾ കുറേ യൂട്യൂബ് കമൻസ് ഒക്കെ എനിക്കിന്ന് നമ്മുടെ ചില പ്രധാനപ്പെട്ട പ്രേക്ഷകർ വന്നുകൊണ്ട് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡൊണാൾഡ് ഡക്ക് ഉണ്ട്, എന്നോടൊപ്പം കുറേ കമൻസ് അയച്ചിട്ടുണ്ട്, ഞാൻ അതൊക്കെ വായിക്കാം. സദാശിവൻ നായർ പറയുന്നു, മധു ഓക്കെ, പ്രമോദ് ഓക്കെ, ഇതെല്ലാം ജമ്പ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ഗീത ദീപു നിഷ്പക്ഷരെ പോലെ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ ഒരു രാഷ്ട്രീയം മനസ്സിലായി എന്നാണ് പ്രൗഡ് കാഫിർ പറയുന്നത്. ദീപു ഈസ് കമ്മ്യൂണിസ്റ്റ് എന്നാണ് രാഘവൻ. അങ്ങനെ ശ്രീ രാഘവൻ നായർ, ഇതാണ് അങ്ങയുടെ ഒരു പ്രശ്നം. അങ്ങ് ഇന്നലെ എന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചു, ഇന്ന് വേറൊരാളെ. അവർക്ക് അവരുടെ രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ, ഇത് അങ്ങയ്ക്ക് പറയാനുള്ള അങ്ങ് പറയുന്ന പോലെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് അവർ സംസാരിക്കട്ടെ. അപ്പോൾ അതിൽ നമ്മൾ അവരെ അങ്ങനെ അവരൊരു രാഷ്ട്രീയക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് നമ്മൾ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി കേൾക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ മനു, നിങ്ങൾ മോദിയെ വിമർശിക്കുന്നവർ മാത്രം ഒന്നും അനങ്ങാതെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ സത്യത്തിൽ അതുകൊണ്ടല്ല, ഞാൻ ദീപു കുറേ നാളുകൾക്ക് ശേഷം വരികയാണ്. അപ്പോൾ ഞാൻ തർക്കിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞ് സമയം കൂടുതൽ അപഹരിക്കാതെ, അദ്ദേഹത്തിന് എത്രയോ നാളുകൾക്ക് ശേഷം ലൈൻ കിട്ടുകയാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് സംസാരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഫോറിൻ ഏജൻസി നടത്തുന്ന സർവേ ആണ്, ഇവർക്ക് ഇഷ്ടം പോലെ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടി എന്ന് ആനന്ദു പ്രസാദ് എന്നോട് പറയുന്നു. ആനന്ദു പ്രസാദിൻ്റെ ആ ഒരു ഇത് ഞാനും പറയണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാനത് എന്ന് വെച്ചാൽ ഞാൻ ഈ പല ഇൻഡെക്സുകളും എടുത്തു നോക്കുകയാണ്. അപ്പോൾ ഇതിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളൊക്കെ നമ്മളെക്കാൾ ഇൻഡെക്സിൽ മുകളിലേക്ക് പോകുന്നു എന്നൊക്കെ വരുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കുന്നുവെന്ന്, നികുതി ഇളവ് കൊള്ളുന്നു, അതിനെപ്പറ്റിയൊക്കെ ഒരു പരിശോധന നടത്തി നോക്കണം എന്നോട് സലീം പറയുന്നു. കണ്ണ് തുറന്നാൽ ഇവിടുത്തെ എല്ലാം കാണാം എന്ന് ദീപു എന്നോട് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇതിൽ വരുന്നത്. എന്നോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് യൂട്യൂബിൽ പ്രേക്ഷകർക്കൊപ്പം ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. എന്താണ് ഈ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതിൽ രാഹുലിൻ്റെ പരിഹാസം അതിര് കടന്നു എന്ന ചോദ്യത്തിന് 50% ആളുകൾ അതിര് കടന്നു എന്ന് പറയുന്നു. അതേസമയം 50% ആളുകൾ അതിര് കടന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയുന്നു. PSC ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് ദീപുവിന് എന്ത് പറയാനുണ്ട് എന്നുള്ള കമൻറ്റുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ നിറയെ കമൻറ്റുകൾ ഇന്ന് വന്നിരുന്നു, പക്ഷേ പലതും എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ വന്ന ഒരു പ്രധാന വിഷയം, ഈ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ ഒക്കെ അവർ വിമർശിക്കുന്നതിൽ തെറ്റില്ല, അവർക്ക് ആളുകളെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതൊരു അധിക്ഷേപം എന്ന നിലയിലേക്ക് പോകാൻ പാടില്ല. മാത്രമല്ല അത് രാഷ്ട്രീയമായി അതിനൊരു നിലവാരം ഉണ്ടാകണം. എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഒരു അന്തസ്സ് നിലനിർത്താനും അത് ക്രിയാത്മകമായി ഉപയോഗിക്കാനും ഒക്കെ കഴിയണം എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.